ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഹെയർ കെയർ വ്ളോഗ്സിൽ നിന്നിട്ട് അപ്പോൾ നൻസീസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു കുഞ്ഞു വീഡിയോ ആട്ടോ. അപ്പോൾ എനിക്ക് എന്തായാലും ചാനലിൻ്റെ പേര് മാറ്റിയ സ്ഥിതിക്ക് അത് വെച്ചിട്ടൊരു ഇൻട്രോ വേണം. അപ്പോൾ ഞാനത് എഡിറ്റ് ചെയ്യുന്നത് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വലിയ എഡിറ്റിംഗ് പ്രോയൊന്നും അല്ല, എന്നാലും ഞാൻ എഡിറ്റ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഒന്നും അറിയാത്ത കുറച്ച് ബിഗിനേഴ്സെങ്കിലും കാണുമല്ലോ, അവർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ അതുകൊണ്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എന്താണ്ട് നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു ലോഗോയിൽ അതാട്ടോ ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിനായിട്ട് ലോഗോ ഫ്ലൈ എന്നുള്ളൊരു ആപ്പാട്ടോ യൂസ് ചെയ്യുന്നത്. ആദ്യം ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ ജസ്റ്റ് അതിൻ്റെ ആ ഒരു ഇതൊക്കെ എഴുതി കാണിച്ചിട്ട് നമ്മുടെ ആപ്പ് ഓപ്പൺ ആവുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു പരസ്യം വന്നിട്ട് അപ്പം അങ്ങനെ ഓപ്പൺ ആകുമ്പോൾ അതിൻ്റെ ഹോം പേജിൽ ഫ്രണ്ട് പേജിൽ നമുക്ക് കുറേ ഫ്ലോറൽ ഡിസൈൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു ഫ്ലോറൽ ഡിസൈൻ തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ കൂടുതൽ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. മോഡേൺ ഉണ്ട്, ഇങ്ങനെ ഗേൾ ബോസ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ ചൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഡിസൈൻ ഞാൻ അവിടെ നിന്ന് ചൂസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ആപ്പ് യൂസ് ചെയ്യുന്നത്. എങ്ങനെ ഉണ്ടെന്നും കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കൊള്ളാം, നല്ലൊരു ലോഗോ ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം നമ്മുടെ ഇഷ്ടത്തിന്. അപ്പോൾ ഞാൻ ഇതൊരു ലോഗോ ആണ് ഞാൻ ഓപ്പൺ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഞാൻ അതിൻ്റെ ഡിസൈനൊന്നും മാറ്റുന്നില്ല, ജസ്റ്റ് ആ ഒരു ഹാൻഡ് റൈറ്റിങ് റൈറ്റ് ചെയ്തേക്കുന്ന ഒന്ന് മാറ്റുന്നേ ഉള്ളൂ. അതിന് മുകളിൽ ഞാൻ എന്താ എഴുതുന്നതെന്ന് വെച്ചാൽ ഫാമിലി വ്ളോഗ് എന്നാട്ടോ. അപ്പോൾ നമ്മളിത് കൂടുതലും ഇപ്പോൾ ഞാനാണെങ്കിലും നമ്മൾ കുറച്ച് നാളിലൂടെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മൾ ഫാമിലി വ്ളോഗാണ് കൂടുതൽ ഉദ്ദേശിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ ഫാമിലി വ്ളോഗ്സ് എന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഫോണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള രീതിയിലാക്കി കൊടുക്കാം, കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്കിവിടെ ബ്ലാക്ക് കളർ തന്നെ മതി കേട്ടോ. ഇപ്പോൾ പൊതുവേ ഞാനൊരു ബ്ലാക്ക് ലവറാണ്. റോയൽ ബ്ലൂ ആണ് എൻ്റെ ഫസ്റ്റ് ഫേവറേറ്റ് കളർ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബ്ലാക്ക് കളറാണ്. അപ്പം ഞാൻ വേറെ കളറൊന്നും ആക്കി കൊടുക്കുന്നില്ല, ബ്ലാക്ക് തന്നെ ആക്കി കൊടുക്കുന്നത്. പിന്നെ വേറെ ഞാൻ നോക്കുകയാണ് കൂടുതൽ ഓപ്ഷൻസ് ഉണ്ടോയെന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യമായിട്ടാണ് ഈ ആപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ ഓപ്ഷൻസൊക്കെ സെലക്ട് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതിനൊരു ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതിൻ്റെ മുകളിൽ നല്ല വലിയ രീതിയിൽ തന്നെ ഫാമിലി വ്ളോഗെന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയുള്ള ചെറിയ ലെറ്റേഴ്സിൻ്റെ അവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് ലെറ്റ്സ് ഗോ എന്നാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഇഷ്ടമുള്ള ഇതൊക്കെ കൊടുക്കാം, ക്യാപ്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഞാനത് രണ്ടുമാണ് കൊടുത്തിരിക്കുന്നത്. സംഭവം ഈ ഒരു ഇൻട്രോ എഡിറ്റ് ചെയ്യുന്നത് ഭയങ്കര എളുപ്പമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇങ്ങനൊരു ലോഗോ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ അടുത്തയിലേക്ക് പോയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ഇൻട്രോ മേക്കാനായിട്ടങ്ങ് പോയാൽ മതി കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് പുതിയൊരു ആപ്പ് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്ത് നോക്കിയെന്നുള്ളൂ. ബട്ട് എനിക്കിഷ്ടപ്പെട്ടു. അപ്പം ഞാൻ വിചാരിച്ചു തന്നെ അതിനകത്തൊരു ലോഗോ നമുക്ക് ഇൻട്രോയ്ക്കകത്തും കൂടെ കയറ്റാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ഈ ഒരു ആപ്പ് ഇതിനകത്ത് കയറി എഡിറ്റ് ചെയ്താൽ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ഇത് യൂസ് ചെയ്താൽ മതി. എനിക്ക് തോന്നുന്നു ഞാൻ ഭയങ്കര സിമ്പിളാട്ടോ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ. ബട്ട് കുറച്ച് സമയങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ലോഗോ, കാരണം ആപ്പ് എനിക്ക് വലിയ പരിചയം ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് സമയം ഞാൻ എടുത്തു. അപ്പോൾ ഞാനങ്ങനെ അവിടെ ലെറ്റ്സ് ഗോ എന്നുള്ളൊരു ക്യാപ്ഷനും കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഫാമിലി വ്ളോഗ്സും താഴെ താഴെ ലെറ്റ്സ് ഗോ എന്നും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എടുക്കുന്നത് ഫ്രെയിംസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് എനിക്കിഷ്ടമുള്ളൊരു ഫ്രെയിം ഞാൻ അതിൽ നിന്ന് ചൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ മാറ്റി നോക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് കിടക്കുന്ന ആ ഒരു സംഭവമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഞാൻ അത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറേ നോക്കി കേട്ടോ, എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത് ആ ഫസ്റ്റ് കിടക്കുന്നതാണ്. അപ്പോൾ ഞാനത് സെലക്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിന് ജസ്റ്റ് ഒന്ന് അത് ചെറുതായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് വലുതാക്കിയിട്ട് നമ്മുടെ ആ ഒരു പിക്ചറിന് സൈസാക്കി ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇങ്ങനെയാണ് കേട്ടോ എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളറൊന്ന് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ വൈറ്റാണ് ബാക്ക്ഗ്രൗണ്ട് കളറ്, ഏതെങ്കിലും ഒരു ലൈറ്റ് കളർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് വരുന്നുണ്ട്. അപ്പോൾ കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ അതിൽ. കുറേ ഷേപ്സ്, എലമെൻറ്റ്സ്, കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു എലമെൻറ്റ്സ് എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് ആ ബട്ടർഫ്ലൈ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഞാനൊരു 2 ബട്ടർഫ്ലൈസ് മുകളിലും താഴെയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എലമെൻറ്റ്സ് ക്ലിക്ക് ചെയ്ത് അതിൽ 6ാമത്തെ ഓപ്ഷൻ ഉണ്ടോ ബട്ടർഫ്ലൈസ് കിടക്കുന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ട് ഞാൻ ഒരു യെല്ലോ കളർ ബട്ടർഫ്ലൈ സെലക്ട് ചെയ്ത് നമ്മുടെ താഴത്തെ ആ ഒരു ഫ്ലവറിൻ്റെ അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ വേറൊരു ബട്ടർഫ്ലൈ ഒന്ന് ഇങ്ങോട്ടത്തെ സൈഡിലും ഒന്ന് അപ്പുറത്തെ സൈഡിലോട്ട് തിരിഞ്ഞിരിക്കുന്ന രീതിയിലാട്ടോ ചെയ്തത്. അപ്പം ഇങ്ങോട്ടൊരു യെല്ലോ ബട്ടർഫ്ലൈയും അങ്ങോട്ട് വേറൊരു കളറിൽ, ഏത് കളറാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, ഒരു വയലറ്റോ ബ്ലൂ ഏതാണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കളറിൽ ഒരു ബട്ടർഫ്ലൈയും കൂടി ഞാൻ മിക്സഡ് ഒരു പർപ്പിൾ കളർ ബട്ടർഫ്ലൈ ആണ് ഞാനവിടെ ഉണ്ടോ, ഒരു പിങ്കും പർപ്പിളും എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടുള്ളൊരു ബട്ടർഫ്ലൈ ഞാനവിടെ ആ മുകളിൽ ആ ലീഫിൻ്റെ അവിടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ
പണി കഴിഞ്ഞു. ഇനി നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കളറും കൂടെ ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ലൈറ്റ് കളർ കൊടുക്കാം. വൈറ്റിനേക്കാളും കുറച്ചുകൂടെ ഭംഗി അതായിരിക്കും. അപ്പം ഞാൻ ഒരു പിങ്ക് കളർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പിങ്ക് കളർ കൊടുത്തു. അപ്പോൾ ഇതാണ് എൻ്റെ ലോഗോ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സേവ് ചെയ്തെടുക്കാം. അതിനായിട്ട് മുകളിൽ സേവ് എന്നുള്ള ഓപ്ഷൻ വരും. പിന്നെ നമുക്ക് അതിൻ്റെ താഴെയും സേവ് എന്നുള്ളൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ അതിൽ സേവ് ക്ലിക്ക് ചെയ്ത് നമുക്ക് അത് സേവ് ആക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഗാലറിയിൽ ആ ഒരു പിക്ചർ ഡൗൺലോഡ് ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് നേരെ നമ്മുടെ ഇൻട്രോ മേക്ക് ചെയ്യാനായിട്ട് പോകാം. അപ്പം ഞാനത് ഒന്ന് ക്ലാരിഫൈ ചെയ്ത് കേട്ടോ. അപ്പം ഇനി നമുക്ക് നമ്മുടെ ഇൻട്രോ മേക്കറിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇൻട്രോ മേക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ടതൊന്ന് ചൂസ് ചെയ്യുന്ന സമയം മാത്രം മതി. അതിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ആ ഒരു ആപ്പ് ഓപ്പൺ ചെയ്തു. ഇത് ഞാൻ മറ്റേ ARK വ്ളോഗ്സിൻ്റെ ഇൻട്രോയ്ക്ക് ഇതിൽ തന്നെ കേട്ടോ ചെയ്തത്. പിന്നെ ഞാൻ ഈ ആപ്പ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ വീണ്ടും ഞാൻ എടുത്തതാണ്. അപ്പോൾ ഞാനങ്ങനെ കുറേ നോക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടതൊക്കെ. അങ്ങനെ എനിക്കിഷ്ടപ്പെട്ടൊരു ലോഗോ ആണിത്. അങ്ങനെ ഞാൻ ആ ഒരു ലോഗോ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നുണ്ട്. ജസ്റ്റ് സിമ്പിളൊരു ലോഗോ കേട്ടോ. നിങ്ങൾ തുടക്കത്തിൽ കണ്ടില്ല, അത് തന്നെയാണ് സംഭവം ഞാൻ എഡിറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഞാനതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തുടക്കത്തിൽ ഞാൻ എടുത്തുകൊണ്ട് തന്നെ കുറേ ഓപ്ഷൻസൊക്കെ കാണിക്കട്ടോ. അപ്പം അതൊക്കെ ഞാൻ ക്ലിക്ക് ചെയ്ത് വിട്ടു. അടുത്തത് ഞാനിതിൽ നമ്മൾ നേരത്തെ നമ്മുടെ ലോഗോ ഫ്ലൈയിൽ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ലോഗോ ഉണ്ടല്ലോ, അത് ഇതിനകത്തോട്ട് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം താഴെ ആൽബംസ് അല്ല പിക്ചേഴ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് മൈ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ഒരു പ്ലസ് ഐക്കണുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഗാലറിയിലേക്ക് പോകും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന ഈ ഒരു വീഡിയോ, അപ്പോൾ നമുക്ക് സർക്കിൾ ഷേപ്പിലാണ് കേട്ടോ അത് കിട്ടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷേപ്പ് താഴെ മാറ്റി കൊടുക്കാവുന്നതാണ്. പക്ഷെ ഞാൻ മാറ്റി കൊടുത്തില്ല. സർക്കിളിൽ തന്നെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അത് ടിക്ക് ചെയ്ത് സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനെ ഒന്ന് സൈഡിലോട്ട് ജസ്റ്റ് നീക്കി. ആദ്യം ഞാൻ സെൻറ്റർ പോർഷനിൽ വെച്ചു. എന്നിട്ട് ഞാൻ ക്യാപ്ഷൻ നമ്മുടെ വെൽക്കം ടു NCS വ്ളോഗ് എന്ന് എഴുതാനുള്ളതുകൊണ്ട് അത് ജസ്റ്റ് സൈഡിലേക്ക് മാറ്റി കൊടുത്തു. അങ്ങനെ ഞാൻ സൈഡിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നമ്മുടെ വെൽക്കം ടു NCS വ്ളോഗ് എന്നുള്ള ക്യാപ്ഷൻ എഴുതാൻ വേണ്ടിയിട്ട് താഴെ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷനാണ്, അത് സെലക്ട് ചെയ്തിട്ട് ഞാൻ വെൽക്കം ടു NCS വ്ളോഗ് എന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്പേസ് ഒക്കെ ഇട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തത് എഴുതാവുന്നതാണ്. അപ്പോൾ ഞാനങ്ങനെ വെൽക്കം ടു NCS വ്ളോഗ് എന്ന് എഴുതി സെലക്ട് ചെയ്ത് ജസ്റ്റ് ഞാൻ എടുത്തപ്പോൾ തന്നെ ഒരു ഫോണ്ട് കിടപ്പുണ്ടായിരുന്നു. ആ ഫോണ്ടിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിൽ തന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതൊക്കെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൽ തന്നെ ഇങ്ങനെ വെച്ച് കൊടുത്ത് വേറെ ഒന്നും സെലക്ട് ചെയ്തില്ല. അപ്പോൾ അതും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ വീഡിയോയുടെ അനുസരിച്ച് അതും ഞാൻ നീട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചപ്പോൾ ഞാൻ വീഡിയോ ഇട്ട് നോക്കി. അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ ആനിമേഷൻ ഒന്ന് ജസ്റ്റ് ഔട്ട് ആനിമേഷനും എൻട്രി ആനിമേഷനും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ രണ്ടിനും, അതായത് നമ്മുടെ ആ ഒരു ലോഗോയ്ക്കും ഈ ഒരു ക്യാപ്ഷനും ഫെയ്ഡ് എന്നുള്ള ഒരു ആനിമേഷനാണ് കൊടുത്തേക്കുന്നത്. രണ്ടും ഫെയ്ഡ് എന്നുള്ള ആനിമേഷൻ കൊടുത്തു, ക്ലിക്ക് ചെയ്തു, സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി വെച്ചാൽ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമ്മൾ ലോങ് അത്രയും നേരം ഈ ഒരു പിക്ചർ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇടയ്ക്ക് എൻ്റെ ഒരു ഫോട്ടോ കൂടെ കയറ്റാമെന്ന് കരുതിയിട്ട് ഞാൻ നമ്മുടെ ആ ഒരു ലോഗോ വെച്ച പോർഷനിൽ പകുതി വരെ ആ ലോഗോയും അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫോട്ടോയും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഞാൻ ആ ഒരു ലെങ്ത്ത് കുറച്ചു. അതായത് ഈ ലോഗോയുടെ ഞാൻ വീഡിയോ ഫുള്ള് ലെങ്ത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലെങ്ത്ത് ഞാൻ കുറച്ച് പകുതിയാക്കിയിട്ട് ആ പകുതി പോർഷൻ തൊട്ട് എൻ്റെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുത്തു. ഇത് നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെയാണ്. താഴെയുള്ള പിക്ചേഴ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഗാലറിയിൽ പോയതിന് ശേഷം നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള പിക്ചർ സെലക്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാവുന്ന സെലക്ട് ചെയ്ത് ഞാൻ സർക്കിൾ തന്നെയാണ് സെലക്ട് ചെയ്തത്. സെലക്ട് ചെയ്ത് വെച്ച് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നിങ്ങളുടെ ചോയ്സിനനുസരിച്ചുള്ള പിക്ചേഴ്സും ടെക്സ്റ്റും ഒക്കെ ആഡ് ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഇൻട്രോയും ഔട്ട്രോയും ഒക്കെ നമുക്കിതിൽ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനൊരു ഇൻട്രോ എഡിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് മ്യൂസിക് ഇടണം. അപ്പോൾ അതിനായിട്ട് താഴത്തുള്ള മ്യൂസിക് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ കുറേയൊക്കെ നമുക്ക് പൈസ കൊടുക്കണം എന്നാൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ കുറേ ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു മ്യൂസിക് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അത് നോക്കിയിട്ട് കുറച്ച് മ്യൂസിക് സെലക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ രണ്ടാമത് ആഡ് ചെയ്ത ഫോട്ടോയ്ക്ക് ഞാൻ ആനിമേഷൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആനിമേഷൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മ്യൂസിക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ മ്യൂസിക്കും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു
ഇൻട്രോ മേക്കിംഗ് പരിപാടി അവസാനിച്ചിരിക്കുകയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്കൊരു ഇൻട്രോ മേക്ക് ചെയ്തെടുക്കാം. അടിപൊളി ആപ്പാട്ടോ. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ആപ്പാണ്. നന്നായിട്ട് നമുക്ക് മേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു ലോഗോഫ്ലൈ, അതും എനിക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ നമ്മൾ ഇൻട്രോ ഞാൻ പാട്ടും സെറ്റ് ചെയ്ത് കൊടുത്ത് അങ്ങനെ ഒരു ഇൻട്രോ മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു തട്ടിക്കൂട്ട് വീഡിയോ ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം കിട്ടത്തുള്ളൂ കേട്ടോ. പിന്നെന്താ, അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അതിനു മുമ്പ് ഇത് എക്സ്പോർട്ട് ചെയ്യണം, ഇത് സേവ് ചെയ്യണം. ചുമ്മാ ഇങ്ങനെ ആക്കിയാൽ പോരല്ലോ. അപ്പോൾ ഇത് സേവ് ചെയ്യണം. അതിന് സ്ക്രീനിൽ കാണുന്ന ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പോർട്ടിങ് വീഡിയോ എന്ന് വരും. അതൊരു 100% ആകുമ്പോഴത്തേക്കും നമ്മുടെ വീഡിയോ ഗാലറിയിലേക്ക് സേവ് ആയിട്ടുണ്ടാകും. പിന്നെ നമുക്ക് ഷെയർ ഓപ്ഷൻ കുറച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ഇൻട്രോയും ഗാലറിയിൽ സേവ് ആയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ഒരു ഇൻട്രോ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസും ഫാമിലി വ്ലോഗ്സും ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.